എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് വെച്ച് വിഷുവൊക്കെ അല്ലേ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, അങ്ങോട്ടേക്ക് വരാനോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയാം. അതെന്താ, മോൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ വന്ന് നമുക്ക് വിഷു ആഘോഷിച്ചു കൂടെയെന്ന് ചോദിക്കേ. അത് ശരിയാവത്തില്ല എന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഞാൻ വേണുവേട്ടയെ കൊടുക്കാം, വേണുവേട്ട സംസാരിക്കട്ടെ, ഒരു വിശ്വാസംസ പറ ജാനകി എന്നൊക്കെ പറയണം. അങ്ങനെ വേണു ജാനകിയോട് വിശ്വാസംസയൊക്കെ പറയണം. പിന്നീട് ചോദിച്ചു, അല്ല മോളെന്തേന്ന് ചോദിക്കാണ്. അവൾ ഇവിടെ ഉണ്ടെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷനാന്ന് പറയാം. ജാനകി പറഞ്ഞു, അതെന്താ, എപ്പോഴും ഞങ്ങളുടെ മോൾ അവിടെ നിന്ന് ഇറങ്ങി വേണ്ട വരും, ഞങ്ങൾക്ക് അറിയത്തില്ല, ഏത് നിമിഷം വെള്ളം ഇറങ്ങാലോ, അവൾക്ക് അതിന് അവിടെ ഒരു അവകാശം ഇല്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അതെന്ത് വർത്താനമാ വേണു പറയണേ, അവൾക്ക് ഇവിടെ അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അതിന് അവൾക്ക് അവിടെ എന്താ ഉള്ളത്, ഞങ്ങൾക്കുള്ളതല്ല അവൾക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇപ്പൊ ട്രസ്റ്റിലെ അംഗമൊന്നും അല്ല അവള് പോന്നിട്ടുണ്ടെങ്കിൽ വെറും കൈയോടെ കൂടി അവിടുന്ന് ഇറങ്ങി പോകേണ്ട വരുമെന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, ട്രസ്റ്റിലെ അംഗം അല്ലായിരിക്കാം, അതിന് ഇവിടുത്തെ മരുമക്കളാരും ട്രസ്റ്റിലെ അംഗങ്ങളൊന്നും അല്ല, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടി വേണ്ട. പിന്നെ അവൾ ഒരു കാരണവശാലും ഞങ്ങൾ കൈവിടാൻ പോകുന്നില്ല, ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടം വേണു പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ അംഗമാണ് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഞങ്ങളുടെ മോളുടെ സ്ഥിതി ഓർത്തിട്ടാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആനയാണെങ്കിൽ അവൾക്കൊരു പുല്ല് വില പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയണം. അതെ, ആ കാര്യം ഓർത്തിട്ട് വേണു വിഷമിക്കണ്ട, ഈ ജാനകി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനി വേറെ വിവാഹം കഴിക്കാനോ വേറെ ഒരിടത്തിലും പുറകെ പോകാനോ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണുവിന് ഉറപ്പ് കൊടുക്കണം. അങ്ങനെ കോള് കിട്ടിയത് ഇപ്പത്തിന്റെ രേവതി പറഞ്ഞു, വേണുവേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ ടെസ്റ്റിലെ അംഗത്തെക്കുറിച്ചൊക്കെ. ഇനി ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതല്ലേ നേരത്തെ, എന്തെങ്കിലും നടക്കുമെന്ന്, അപ്പോഴല്ലേ അറിഞ്ഞേ അവിടുത്തെ ആരും അംഗത്വം അല്ലെന്നുള്ള, അവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകളാരും. ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ എങ്കിൽ ബാക്കി എല്ലാവർക്കും ഇഷ്ടംപോലെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. വീണു പറഞ്ഞു, അവിടെയുള്ള ഏതെങ്കിലും ഒരുത്തിനെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ, പെണ്ണുങ്ങളുടെ കയ്യിലെടുത്തിട്ട് കാര്യമില്ല, ആണുങ്ങളെ തന്നെ കയ്യിലെടുക്കണം. അതിനാരാ ഉള്ളേ, ആ അഭിയുണ്ടെന്ന് പറയണ. അവനെ അവിടുത്തെ അംഗമല്ലോ, പിന്നെ അങ്ങനെ അവനെ കയ്യിലെടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ, ഈ പറയുന്ന ആദർശിന്റെ അച്ഛനും അന്യന്റെ അച്ഛനും എല്ലാരും അവരൊറ്റ കെട്ടല്ലേ, അവരെ ആരെല്ലാം കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുള്ളൂ, സ്വത്തൊക്കെ വീതം വെപ്പിക്കാനൊക്കെ സാധിക്കുള്ളൂ എന്നൊക്കെ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന് പറയണം. പിന്നീട് നന്ദുവിനെ കൊണ്ടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നയനെ തേച്ച് മടക്കി വെച്ചോണ്ടിരിക്കുകയാണ്. നന്ദു വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചി ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത് പുറത്തു കൊടുത്ത് തേച്ചാൽ പോരെന്ന് ചോദിക്കാം. എന്തിനാ മോളെ, നമ്മൾ ചെയ്യുന്നത്ര നന്നായിട്ട് ആരെങ്കിലും ചെയ്യുവോ, ഞാൻ ചെയ്തോളാം, എനിക്കിതൊക്കെ അറിയാന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു. നവി വന്നിട്ട് പറഞ്ഞു, നന്ദു നീ SI ആയിട്ട് വന്നു കഴിയുമ്പോഴേ 1-2 പേരൊക്കെ ഇട്ട് നല്ല ചത കൊടുക്കാണ്ടെന്ന് പറയണം. ആർക്കിട്ടാ, ആ പലിശക്കാരനിട്ട് കൊടുക്കണം. അത് മാത്രമല്ല പിന്നെയുണ്ട്, അനന്തപുരി വീട്ടില് കള്ളന്മാരുടെ ശല്യം കൂടിക്കൂടി വരികയല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം നയന പറഞ്ഞ, അത് ശരിയാ, അത് അന്നാമയെ കള്ളിയല്ലേ, കള്ളെന്ന് പറയാൻ പറ്റില്ല, കള്ളിയല്ലേന്ന് ചോദിക്കണം. അതെ, ആ കള്ളീനെ കയ്യോടെ പിടികൂടണമെന്ന് പറയണം നയന. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റുവെച്ചി, പക്ഷെ ഒരു കാര്യമുണ്ട്, നയനേച്ചി ഒരു കാര്യം ചെയ്യണം, ഇതേ അവിടുത്തെ മുത്തശ്ശനോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് മേടിച്ചിടണം, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം, അവിടുത്തെ കള്ളത്തരങ്ങൾ പലതും പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയണം. നവ്യ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം പൊളിച്ചെടുക്കണമെന്ന് പറയാം, ഇപ്പോഴീ അനാമിക എന്ന് പറയുന്നുള്ള കുറച്ച് കിടന്ന് വിലസുന്നുണ്ടെന്ന് പറയണം. നയന പറഞ്ഞു, അവൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു പരിധി വിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം അനിയുടെ ഭാര്യയല്ലേ. നബി പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് അനിയുടെ ഭാര്യ എന്ന് പറഞ്ഞത് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ നയനെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവര് സംസാരിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാണ്ട് ചെല്ലുവാണ്. കനക ഗോന്തിന് ഇരിപ്പുണ്ട്, അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. കനക പറഞ്ഞു, എത്ര കാലമല്ലേ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചിട്ട്. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, മക്കളും 3 പേരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ട് കുറെ കാലമായി എന്ന് പറയാം, ഇനിയിപ്പം നന്ദു പോയാൽ പിന്നെ എന്നായിരിക്കും വരുന്നേ. പെട്ടെന്ന് കനക എന്ത് ചെയ്യണം, ഒരുള്ള ചോറ് വാരി നന്ദുവിന് വാരി കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോക്ക് ഞാൻ ഒന്ന് വാരി കൊടുക്കട്ടെ, ഇനിയിപ്പോൾ എന്നാ വാരി കൊടുക്കാൻ പറ്റണേന്നൊക്കെ പറയണം. ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ ഞാൻ കൊടുക്കണ്ടേ. അങ്ങനെ അവർ രണ്ടുപേരും അച്ഛനും അമ്മയും നന്ദുവിന് വാരി കൊടുക്കുവാണ്. നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം നയന പറഞ്ഞു, എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ, അവള് ജോലിക്ക് പോകുന്നല്ലേന്ന് ചോദിക്കും. നന്ദു പറഞ്ഞു, അത് ശരിയാ, ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ അച്ഛൻ്റെ കഷ്ടപ്പാട് പറയും, അച്ഛനെ ഇനിയിപ്പോൾ പഴയ പോലെ ജോലിക്കൊന്നും പോകണ്ട, ഞാൻ ആവശ്യത്തിനുള്ള പണം തന്നോളാന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോവിന്ദൻ പറഞ്ഞു, അതെ എനിക്കിപ്പോൾ കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്തോളാം, അധ്വാനിക്കാൻ പറ്റുന്നത്രോളം കാലം അധ്വാനിക്കണം, അതിനുശേഷം പിന്നെ എന്ത് വെച്ചാൽ തീരുമാനിക്കാം, മക്കളുടെ ചിലവിൽ കഴിയണമെങ്കിൽ അങ്ങനെയാവും, പക്ഷെ അതുവരെ സ്വന്തം ചിലവിൽ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയണം. പിന്നീട് നന്ദു പറഞ്ഞു, അതെ എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി പോകണമെന്ന് പറയണം. പെട്ടെന്ന് കനക പറഞ്ഞു, അതൊന്നും വേണ്ട. എന്താമ്മ അങ്ങനെ പറഞ്ഞേ. ഇത് കേട്ടതും കനക പറഞ്ഞു, എന്താന്ന് മനസ്സിലായല്ലോ,
അവൻ കാണത്തില്ല അനി. അനിയൊന്നും ഇല്ലാന്ന് പറയാണ്. നയന പറഞ്ഞു നീ വെറുതെ കള്ളത്തരം പറയണ്ട, അവൻ കാണുമെന്ന് എനിക്കറിയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഡിന്നർ ചെയ്യുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. പക്ഷെ പോകുന്നതിന് കനയും ഗോവിന്ദനൊക്കെ എതിർക്കും. ഇത് നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. നന്ദു ചോറ് മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു നന്ദു നീ കഴിക്കാൻ പറയണം, വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. നയന പറഞ്ഞു അവൾക്ക് നല്ല സങ്കടമായെന്ന് തോന്നേ, അല്ലെങ്കിൽ തന്നെ അവളുടെ മനസ്സിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും കനക പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. പിന്നീട് നന്ദു ആകെപ്പാടെ വിഷമിച്ച് മുറി വന്നിങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. താൻ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കാനും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഗോവിന്ദന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നന്ദുവിന് കൊടുത്തിട്ടുണ്ട്. നന്ദു ഇത് നിനക്കുള്ളതെന്ന് പറയണേ. എനിക്കോ? അതെ, അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. മോള് പോകുമല്ലേ, അപ്പോൾ അവിടെ ചെന്ന് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അച്ഛാന്ന് പറയാം. അതെ, നിനക്ക് ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയണം. കനക പറഞ്ഞു നീ പോകുന്നോണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ കാക്കി യൂണിഫോം അണിയുന്ന, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആയതുകൊണ്ടാ ഒരു പ്രശ്നത്തിലും ചെന്ന് പെട്ടേക്കല്ലേ നന്ദു. നിന്റെ സ്വഭാവം ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കലിപ്പിളകുന്നേ, ആ സ്വഭാവം അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം, അല്ല ഒരിടത്ത് ചെന്നാലും പിടിച്ചിരിക്കാനൊന്നും പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് നന്ദു പറഞ്ഞു അമ്മ എന്തിനാ വിഷമിക്കണേ, അങ്ങനെയൊന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, ആ അനിമോനുമായിട്ട് ഫോൺ വിളിക്കാനോ ഒന്നും പോവരുത് കേട്ടോ. നിനക്കറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോലെന്ന് പറയാണ്. ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല, അമ്മ അതോർത്തൊന്നും വിഷമിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഗോവിന്ദൻ പറഞ്ഞു നിനക്കറിയാലോ നന്ദു, നീ പോയാലും ഞങ്ങൾക്ക് ഇവിടെ സങ്കടമായിരിക്കും. നിന്റെ കാര്യം ഓർത്തിട്ട് ആ ഒരു വിഷമം വേദന ഞങ്ങൾക്ക് കാണും. അതുകൊണ്ട് നിന്നോട് പറയാതിരിക്കാൻ പറ്റാത്തോണ്ടാ. അച്ഛൻ എന്തിനാ അച്ഛത്തെ ടെൻഷൻ അടിക്കുന്നേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ നന്ദുവിനെ കുറിച്ച് അറിയാലോ. ഇത് കേട്ട കനക പറഞ്ഞു അതാ ഞങ്ങൾക്കും പേടി, നന്ദുവിനെ കുറിച്ച് അറിയാം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം തലയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ടുള്ള ഭയം കൊണ്ടാന്ന് പറയണേ. അങ്ങനെയൊന്നും നന്ദു വെറുതെ ഒരു കാര്യത്തിലും കയറി ഇടപെടുന്നവളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നയന മുറിയിലിരുന്ന് ആദർശനെ വിളിക്കുക. ആദർശനൊന്നും വിളിച്ചു പോലില്ല. വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ് കോള് കട്ട് ചെയ്ത് കിട്ടും. ഇതെന്താ ആദർശനം കോള് കട്ട് ചെയ്ത് വിടുന്നത്? തന്നോട് പിണക്കോ മറ്റോ ആണോ? ഒന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും നയനെ വിളിച്ചു, വീണ്ടും കോള് കട്ട് ചെയ്ത് കിട്ടും. 3-4 വട്ടം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ടെൻഷനായി. എന്തായിരിക്കും പോലും, എന്നാൽ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ദേവേനെ വിളിക്കണം. ദേവേനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആദർശേട്ടൻ അവിടെ ഇല്ല അമ്മേന്ന് ചോദിക്കും. ഉണ്ട് മോളെ, ആദർശേട്ടൻ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, കട്ട് ചെയ്ത് വിടുവാണല്ലോ എന്ന് പറയണം. അതെന്താന്ന് അറിയത്തില്ലോ. അമ്മ ആദർശേട്ടനോട് ചോദിച്ചു നോക്ക് ആദർശേട്ടൻ എന്താ പറ്റിയെന്ന്. ഇനിയിപ്പം ഞാൻ വരാത്തോണ്ടാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയാം. അങ്ങനെയുള്ള കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല മോളെ എന്ന് പറയാം. പിന്നെ എന്താ കുഴപ്പം, എനിക്കൊന്നും കൂടെ മനസ്സിലാകുന്നില്ല എന്ന് പറയണം. മോള് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോയി ചോദിച്ചു നോക്കാം ആദർശനോട്, എന്താ അവന്റെ പ്രശ്നം എന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ ആദർശിന്റെ അടിയിലേക്ക് ഇല്ലുവാണ്. പിന്നീട് ആദർശനോട് എന്നിട്ട് ചോദിച്ചു എടാ നയനെ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അവള് വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ. എടാ അങ്ങനെയല്ലോ നിന്റെ ഭാര്യയില്ല അവള് എന്നും പറഞ്ഞോണ്ട് അവള് വിളിക്കുമ്പോൾ ഉടനെ ഞാൻ കോൾ എടുക്കാൻ നിർബന്ധമുണ്ടോ? എടാ അതുകൊണ്ടല്ല, വിളിച്ച് കോൾ എടുത്തില്ലെങ്കിൽ അവൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കണേ. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ, അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെ കോൾ എടുക്കണേ. അത് പിന്നെ അല്ല അമ്മയ്ക്ക് കോളും കൂടെ കട്ട് ചെയ്തോട്ടാ പറയേ, അല്ല എടുക്കാതെ കൂടെ അവൾ പിന്നെ വിളിക്കത്തില്ലോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എനിക്ക് അവളുടെ കോളാന്ന് അറിയത്തില്ല, ഫോണിനകത്ത് നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ. അല്ല അമ്മ ഒരു കാര്യം ചെയ്യാം, ഇനി വിളിക്കാണ്ട് എടുക്കണ്ട, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി അവള് എന്തിനാ വിളിക്കണേ, നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, എന്നെ വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. അമ്മ സ്ഥിരം പറയുന്ന ഡയലോഗില്ലേ, അതങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം. അല്ലടാ മോനെ അത് ഞാൻ എങ്ങനെയാ, ഓ അമ്മയ്ക്ക് പറയാൻ മടിയാണോന്ന് ചോദിക്കും. മടിയൊന്നുമില്ല, എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ മതി. 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും 3-ാം തവണ അവള് വിളിക്കത്തില്ല അമ്മയുടെ ഫോണിലേക്ക്, ഞാൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് അത്ര കാര്യമുള്ളൂ. ഇനി ഞങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ട് അമ്മേന്ന് അതിനെ വല്ല സ്നേഹത്തിലാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേൻ്റെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആദർശനെ നോക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഉണ്ട്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.